നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. ലോകകപ്പ് ഫുട്ബോൾ തുടങ്ങാൻ ഇനി വെറും 9 ദിവസം മാത്രമാണ്. ഇന്ന് ജൂൺ 2 ജൂൺ 11 ലോകകപ്പ് ആരംഭിക്കുക. അമേരിക്ക, മെക്സിക്കോ, കാനഡ ഈ 3 രാജ്യങ്ങളിലാണ് നടക്കുക. ഇതിനുവേണ്ടി ലോകം മുഴുവനുള്ള ഫുട്ബോൾ ആരാധകരും ലോകകപ്പിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് എക്കാലത്തെയും വലിയ സ്പോർട്സ് ഇതിഹാസങ്ങളിൽ, അതായത് ഫുട്ബോൾ ഇതിഹാസങ്ങളിൽ ഒന്നായി മാറാൻ വേണ്ടി കാലം കാത്തുവച്ചിട്ടുള്ള സ്പെയിനിൻ്റെ ലാമിൻ യമാൽ പുതിയ ടീനേജ് സെൻസേഷനാണ്. ഫുട്ബോൾ ആരാധകർക്കൊക്കെ, ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകർക്കൊക്കെ അറിയുന്ന കാര്യമാണ്. ലാമിൻ യമാൽ ഒരു അഭിമുഖത്തിൽ അദ്ദേഹത്തിന് ലോകകപ്പ് നഷ്ടമാകുമോ എന്ന് ഭയമുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം ഇപ്പോൾ പരിക്കിൻ്റെ പിടിയിലാണ്. കുറച്ച് ഏപ്രിലിൽ തൊട്ട് പരിക്കിലാണ്. പിന്നീട് മത്സരങ്ങളൊന്നും കളിച്ചിട്ടില്ല. ഇതുപോലെയുള്ള ഒരു പരിക്ക് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഭയമുണ്ട് ലോകകപ്പ് നഷ്ടപ്പെടുമോ എന്ന് യമാൽ പറഞ്ഞിരിക്കുന്നു. അത് സ്പെയിൻ ഫുട്ബോൾ ഫെഡറേഷന് കൊടുത്ത ഒരു അഭിമുഖത്തിലാണ് യമാൽ ഇത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഭീതിയുണ്ട്, ഭയമുണ്ട് യമാലിന് ഈ ലോകകപ്പ് മൊത്തം നഷ്ടപ്പെടുമോ എന്ന്. അദ്ദേഹത്തെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, പരിക്കേറ്റിട്ടുണ്ട്, അദ്ദേഹത്തിന് വിശ്രമത്തിലാണ്. ഇതൊക്കെയാണ് എങ്കിലും അദ്ദേഹത്തെ ടീമിൽ ഉൾപ്പെടുത്തിയിരുന്നു കോച്ച്. അതുകൊണ്ട് തന്നെ ലോകകപ്പ് ടീമിൽ അദ്ദേഹം ഉണ്ട്. ഇനി പരിക്ക് പൂർണ്ണമായി മാറുകയേ വേണ്ടൂ. പക്ഷേ ആ പരിക്ക് പൂർണ്ണമായി മാറില്ല എന്നും ഒരുപക്ഷെ ലോകകപ്പ് തന്നെ നഷ്ടപ്പെടുമോ എന്ന് ഒരുപക്ഷെ ഒരു ടീനേജ് കളിക്കാരൻ്റെ ഒരു ഭയമായിരിക്കാം. ആ ഭയം ഇപ്പോൾ യമാൽ പറഞ്ഞിരിക്കുകയാണ്. തനിക്ക് ഭയമുണ്ട്, ലോകകപ്പ് തന്നെ കളിക്കാൻ പറ്റാതാകുമോ, ലോകത്തെ ഏറ്റവും വലിയ വേദി, ഫുട്ബോളിൻ്റെ ഏറ്റവും വലിയ വേദിയായ ലോകകപ്പിൽ കളിക്കാൻ പറ്റാതാകുമോ എന്ന ഭയമുണ്ട് എന്ന് യമാൽ പറഞ്ഞിരിക്കുന്നു. അത് ചെറിയൊരു ഭയമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കെല്ലാം അറിയാം, സാധാരണഗതിയിലുള്ള പരിക്കുകൾ തന്നെ വലിയ പ്രശ്നമാണ്. അപ്പോൾ ഇതുപോലൊരു പരിക്ക് തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല, തൻ്റെ ഫുട്ബോൾ കരിയറിൽ ഉണ്ടായിട്ടില്ല എന്ന് യമാൽ തന്നെ പറയുന്നു. യമാലിന് അതിൻ്റേതായ ഒരു ഭീതിയുണ്ട്, ഭയമുണ്ട്. മൊത്തം ലോകകപ്പ് തന്നെ നഷ്ടപ്പെടുമോ. ഒരു ലോകകപ്പ് എന്ന് പറഞ്ഞാൽ 4 കൊല്ലത്തിൽ ഒരിക്കലാണ് വരുന്നത്. ഇനി അടുത്ത ലോകകപ്പ് 4 കൊല്ലം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇതൊക്കെ അറിയുന്ന യമാൽ സ്വാഭാവികമായിട്ടും ഭയമുണ്ട് യമാലിന് ലോകകപ്പ് നഷ്ടപ്പെടുമോ എന്ന്. എന്തായാലും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. യമാലിനെ പോലെ ഒരു ഉജ്ജ്വല പ്രതിഭയുടെ കളി ലോകം മുഴുവനുള്ള ഫുട്ബോൾ ആരാധകർക്ക് ഒരു വിരുന്നായി കാണാനുള്ള അവസരം ഉണ്ടാകട്ടെ.